ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്തിനാന്ന് പോലും അറിയില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഒരു കോഴ്സ് എടുത്ത് വീണ്ടും വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ജേണിയിലേക്ക്, വേറൊരു പ്രൊഫഷനിലേക്ക്, വേറൊരു കരിയറിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറാൻ ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ട് നമുക്കൊരു കോഴ്സ് എടുത്തിട്ട് ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ച് വന്നിട്ട് ആ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയായിരുന്നത്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വെറുതെ ഒരു പേരിട്ട് തുടങ്ങാൻ ആരെ കൊണ്ടും പറ്റും. അത് റൺ ചെയ്യുക, അതിന്റെ കൂടെ പാഷനേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ആഡ്സിന് റീസൺ ആയിട്ട് സ്റ്റുഡൻസ് അവരുടെ സ്വന്തം കഴിവുകൾ പുറത്തെടുത്തിട്ട് സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അത്രക്കും ഒരു വാല്യുബിൾ ആയിട്ടുള്ള സംഭവം നമ്മുടെ ലൈഫിൽ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ആള് അവരുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മലയാളം പറ്റൂല, കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു. കോമൺലി നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എല്ലാവർക്കും ആണ്. കറക്റ്റായിട്ട് ആ ഒരു ക്ലയന്റിന് മനസ്സിലാവുന്ന രീതിയിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരിക്കലും ഒരു ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും സെക്യൂർ അല്ല. ബിക്കോസ് നമുക്ക് പല പ്രശ്നങ്ങൾ വരും. ജോബ് എന്ന് പറയുമ്പോൾ ഹൈ സാലറി വരാത്ത സിറ്റുവേഷൻ വരും, ചിലപ്പോൾ നമ്മളെ ഹെൽത്ത് പ്രോബ്ലം വരും, ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് വരും. അവിടെ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസുമായിട്ട് മണി ഏൺ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. ഗൈസ്, ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിലെ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം എന്താന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റ്സ്, റീപ്ലേസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ അതൊരു സീരീസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാണ്. ആഡ്സ് ഇൻ ലേണിംഗ് ഹബിൽ എന്താണ് ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം, നമ്മൾ എന്താണ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ സീരീസിൽ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് മെഹർ സാറിനാണ്. മെഹർ സാർ എന്ന് പറയുന്നതിന് മുന്നേ ഇവിടുത്തെ ആഡ്സ് ഇൻ ലേണിംഗ് ഹബിന്റെ സ്റ്റുഡൻ്റ് ആണ്. ബിക്കോസ് നമ്മളൊരു ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിനൊരു നല്ല ജേണി ഏണിങ്സ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മളെ സ്റ്റുഡൻസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു മെത്തേഡായിരുന്നു ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏത് കോഴ്സ് ആണെങ്കിലും ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസൈനിങ്, ആ കോഴ്സിൽ നമ്മൾ അവരൊരു ജേണി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ആ ബ്രാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അതിൽ നിന്ന് ക്ലയൻസിനെ ഡീൽ ചെയ്ത് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഏണിങ്സ് എടുത്ത് അതിനെ ഒരു ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം കറക്റ്റ് ഡെവലപ്പ് ചെയ്ത് അവരെ കൊണ്ട് ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു നിശയായിരുന്നു നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം. നമ്മൾ ഒരുപാട് അക്കാഡമീസിൽ നിങ്ങൾ ഫ്രീലാൻസ് മണി മേക്കിംഗ് സെക്ഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. ബിക്കോസ് ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരെ കൊണ്ട് ഏണിങ്സ് വരുമ്പോഴാണ്, പേയ്മെൻറ്റ് സ്ക്രീൻഷോട്ട് വരുമ്പോഴാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പ് പ്രോഗ്രാം അവിടെ എൻഡ് ആവുന്നത്. സോ മെഹർ എന്ന് പറയുന്നത് നമ്മളെ ഓഫ്ലൈൻ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണ്. അവിടെ എനിക്ക് ഏതെങ്കിലും ഒരു മെൻറ്റർ ഓൺട്രപ്രണർഷിപ്പിൽ വേണം ഒരു നിർബന്ധമില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു ജേണി അറിയാവുന്ന, എങ്ങനെ ക്ലയന്റിനെ ഡീൽ ചെയ്യണം, എങ്ങനെ ക്ലയന്റിനോട് സംസാരിക്കണം, അങ്ങനത്തെ ഒരു ജേണി അറിയാവുന്ന ഒരാൾ നമ്മുടെ പ്രോഗ്രാമിൽ വേണം തോന്നി. നമ്മളെ 2024 നമ്മളെ ബാച്ചിലുണ്ടായിരുന്ന സ്റ്റുഡൻറ്റ് അവൻ തന്നെ ഒരു ഓൺ ബ്രാൻഡ് അവൻ്റെ ടീമായിട്ട് അവൻ്റെ ബാച്ചിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് ആ ടീമിനെ ടീം ലീഡറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് നല്ല സ്റ്റുഡൻറ്റ് ഇപ്പോൾ ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്, ഡിസൈനിങ് വർക്ക്, ബ്രാൻഡ് വർക്ക്, പാക്കേജ് ഡിസൈനിങ്, ഇങ്ങനെ ഒരുപാട് വർക്ക്സുകൾ എടുത്ത് മെഹർ എങ്ങനെ ഉണ്ടായിരുന്നു, ആ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഐ മീൻ ഒരു സ്റ്റുഡൻറ് ടു മെൻഡർ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ബേസിക്കലി ഞാൻ ഇവിടെ പഠിക്കുന്ന ടൈം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിസൈനിങ് കോഴ്സ് മാത്രം ഉദ്ദേശിച്ചിട്ട് വരുന്നതാണ്. അതിൽ പുറമെ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നുള്ള ഞാൻ ഇത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ബേസിക്കലി ഇപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. നമുക്ക് ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഈ പഠിക്കുന്ന ടൈമിൽ റിയലായിട്ട് ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ നമ്മൾ +2 ഡിഗ്രി ഒക്കെ പഠിച്ചു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഏണിങ്സ് ഇല്ല. എൻഡ് ഓഫ് ദി കോഴ്സ്, എൻഡ് ഓഫ് ദി ലേണിംഗ് നമുക്ക് ഏണിങ്സ് ഇല്ല, ജസ്റ്റ് പഠിച്ചു വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു കോഴ്സ് എടുത്തിട്ട് ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിച്ച് വന്നിട്ട് ആ പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്, ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയായിരുന്നത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ട് എൻഡ് ഓഫ് ദി വർക്ക് ഞാൻ പോസ് ആവുന്നില്ല. എനിക്ക് ഞാൻ പഠിച്ച ടൈമിൽ തന്നെ കിട്ടിയിട്ടുള്ള ഏണിങ്സ്, ആ ഒരു ഐഡിയാസ്, ക്ലയന്റ് മീറ്റ്, വർക്ക്സ്, കാര്യങ്ങൾ എനിക്ക് എൻഡ് ഓഫ് ദി കോഴ്സ് സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ്സ് ചെയ്തിട്ടുണ്ടോ? എത്രത്തോളം ഏണിങ്സിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ജേണിയിലേക്ക് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ ഡീൽ ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം നല്ല ഏണിങ്സ് ഉണ്ട്. നമുക്ക് സ്റ്റുഡൻസിനെ ഇപ്പോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വഫേ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വർക്ക്സ് ഒരുപാട് ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ തിയറി പഠിച്ച സാധനം പ്രാക്ടിക്കലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സോ ആ ഒരു സംഭവം മാനേജ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ചെറിയ വർക്ക്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്ത്
നല്ല രീതിയിൽ ക്ലാൻസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് വൺ തിങ്, നമ്മൾ ഓണ്ടർപ്രണർഷിപ്പിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാല് നമുക്ക് റിയൽ ക്ലയൻസിന്റെ എക്സ്പീരിയൻസ് ആണ് അവിടെ കിട്ടാൻ പോകുന്നത്. നമ്മൾ ഏത് അക്കാഡമീസ് എവിടെ അക്കാഡമീസിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏത് കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിലും അവിടുന്ന് നിങ്ങൾ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത് ഒരു 4 month അല്ലെങ്കിൽ 6 month ഒരു 1 year നിങ്ങൾ ഇങ്ങനെ കുറേ തിയറി പഠിച്ചു, പ്രാക്ടിക്കൽ പഠിച്ചു, ഇങ്ങനെ പഠിച്ചു പോയതിന് ഒരു കാര്യമില്ല. ഞാൻ ഡെഫിനറ്റ്ലി പറയുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിലെ മെയിൻ തിങ്സ് നമ്മളത് അതായത് ആ ഒരു റിയൽ ടൈം ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്ത് അവർക്കൊരു റിയൽ പ്രൊജക്റ്റ് അവർ ലൈവായിട്ട് ചെയ്യാണ്. അല്ലാണ്ട് ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്തിനാന്ന് പോലും അറിയില്ല. ഇങ്ങനത്തെ ആൾക്കാരാണ് ഒരു കോഴ്സ് എടുത്ത് വീണ്ടും വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക്, വേറൊരു ജേണിയിലേക്ക്, വേറൊരു പ്രൊഫഷനിലേക്ക്, വേറൊരു കരിയറിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ അതിൽ നിന്നൊക്കെ മാറാൻ എൻ്റയർ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം മെഹർ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ടു മെൻറ്റർ ആർട്സ് ആൻഡ് ലേണിംഗ് ഹബിലെ ഒരു മെൻറ്ററാണ്. ആളുടെ ഏജ് 22 ആണ്. 22-ൽ അത്യാവശ്യം നല്ല ഏണിങ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഏണിങ്സ് വേറൊരാൾക്ക് എങ്ങനെ ഏണിങ്സ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന സെക്ഷനാണ് മെഹർ ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഐ തിങ്ക് 1 year ആവാനായി. അതിന് മുന്നേ നമ്മൾ ബാച്ച് 1 മുതൽ നമ്മൾ ഫ്രീലാൻസ് മണി മേക്കിംഗ് സെക്ഷൻ അതിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ബ്രാൻഡ്സ് ക്രിയേറ്റ് ചെയ്ത് ഓൺ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഏജൻസി ബിൽഡ് ചെയ്ത ആൾക്കാരുണ്ട്. ഞങ്ങളെ സ്റ്റുഡൻസ് തന്നെ അവരെ ഏജൻസിയിൽ പ്ലേസ്ഡ് ആക്കുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. കളർ പാരറ്റ്, പിന്നെ അതേപോലെ തന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ, എല്ലോ മറോൺ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവർ ഫ്രീലാൻസ് ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ബ്രാൻഡ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്, കോവർക്കിംഗ് സ്പേസ് എടുത്തിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇനിയും ഒരുപാട് ഇപ്പോൾ കറന്റ് ലാസ്റ്റ് ബാച്ച് അവർ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് ആ ഒരു പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ അവരെന്ത് ചെയ്ത് അവർ അതിൽ അപ്ലൈ ചെയ്ത് അതിനുശേഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കോവർക്കിംഗ് സ്പേസ് എടുത്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേഷന് വേണ്ടി നമ്മളുടെ എൻക്വയറി നടത്തണം. സാറാ എനിക്കിങ്ങനെ ഡൗട്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ബാച്ചസിൽ എന്താണ് ഇപ്പോൾ കറന്റ് സ്റ്റേജ് എന്താണ്? കാരണം അവർ പഠിച്ചിറങ്ങിയതിന് ശേഷം പഠിച്ചിറങ്ങുന്ന ടൈമിൽ 3 agencies ആണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആഡ്വേഴ്സ് 3 agencies ക്രിയേറ്റ് ചെയ്തു. 3 അതായത് ആഡ്വേഴ്സ്, ആവോക്ക്, ഓർവിക്സ് ഏജൻസീസ്. അവർ തന്നെ നെയിം ചെയ്ത് നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്യും. സ്റ്റാർട്ടിങ് മുതൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെയിം ക്രിയേഷൻ, ലോഗോ, അങ്ങനെ ഒരു സ്ട്രക്ചറിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഭാഗമായിട്ട് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് നമ്മൾ പോസിബിൾ ആയിക്കോളും. സോ അത് കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആഡ് റൺ ചെയ്ത് ക്ലയന്റിനെ കിട്ടില്ല. അങ്ങനെ ക്ലയന്റിന് കിട്ടിയ എല്ലാ 3 ടീംസിനും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ക്ലയൻസിനെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് ബ്രാൻഡ് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നത് പോസിബിൾ അല്ല. സോ അവരെന്ത് ചെയ്ത് അവര് താല്പര്യമുള്ളവർ, നല്ല താല്പര്യമുള്ളവർ ഒരു ടീമിൽ നിന്ന് ഒരാളാണ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവൻ എന്ത് ചെയ്ത് സ്വന്തമായിട്ട് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്റെ ഒക്കെ അത്ര അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു റിലേ കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അവനെ സ്വന്തമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണേ, നമ്മോട് കാര്യങ്ങൾ ചോദിക്കണേ, ഭയങ്കര താല്പര്യം കാണിക്കണേ. സോ എൻഡ് ഓഫ് ദി ഡേ അവൻക്ക് ക്ലയന്റിനെ കിട്ടുന്നത് ഇത് കാണാണ്. ക്ലയന്റിനെ കിട്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഏണിങ്സ് കിട്ടുന്നത് റിയൽ ആയിട്ട് കാണാണ്. അപ്പോ ആ ബാക്കിയുള്ള ടീംസ് ഇത് നമുക്കും പോസിബിൾ ആണെന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്യാണ് ഈ ഒരു ഇതിനെ ത്രില്ലിംഗ് ആയിട്ടുള്ള എടുക്കുകയാണ്. ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എൻഡ് ഓഫ് ദി ഡേ ഇമ്പോർട്ടൻസ് ഓണ്ടർപ്രണർഷിപ്പിന് കൊടുക്കാൻ കാരണം അവർ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏണിങ്സ് നമ്മുടെ ലൈഫിൽ നമുക്ക് മെയിൻലി ഏണിങ്സിന് വേണ്ടി. ഈ ഓണ്ടർപ്രണർഷിപ്പിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ജേണി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോബിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഏണിങ്സ് കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ബാച്ച് 2-ൽ സ്റ്റുഡൻസ് ആയിരുന്ന യാസിർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ് ഇപ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഞങ്ങൾ അക്കാഡമീസിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് കളർ പാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസി. അവനും അവന്റെ ടീമുമായിട്ടാണ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്, പാർട്ണേഴ്സ് ആയിട്ടായിരുന്നു. പക്ഷെ അവന്റെ അതിന്റെ നീശ് അവനൊരു വെബ് ഡിസൈനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരു ചെറിയൊരു ഏജൻസി, കളർ പാരറ്റിന്റെ ചെറിയൊരു ഏജൻസി ബിൽഡ് ചെയ്ത് ഇപ്പൊ അവർ റൂം പുതിയത് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം എൻഹാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലയൻസ് അവർക്ക് ഉണ്ട്. അവരുടെ പേജ് കണ്ടാൽ തന്നെ അറിയാം അത്രയും ഒരു ബ്രാൻഡിങ് വേറൊരാൾക്ക് റെഫറൻസ് ആയിട്ട് കളർ പാരറ്റിനെ കാണിച്ചു കൊടുക്കാറുണ്ട്. സോ അത് നമ്മളെ സ്റ്റുഡൻസ് നിന്നാണ് അതൊക്കെ വന്നതെന്ന് പറയുമ്പോൾ അവര് ഇതിൽ നിന്ന് ഫ്രീലാൻസിങ്ങിന്റെ ക്ലാസ്സുകളും അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്ങിന്റെ ഒക്കെ ആണെങ്കിലും ഒരു ഫ്രം സ്ക്രാച്ച് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനേക്കാളും റിസ്ക് വേറെ ഒന്നുമില്ല. കാരണം ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വെറുതെ ഒരു പേരിട്ട് തുടങ്ങാൻ ആരെ കൊണ്ടും പറ്റും. അത് റൺ ചെയ്യുക, അതിൻ്റെ കൂടെ പാഷനേറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് വേറെ തന്നെ ആ ഒരു ഫോക്കസിങ്ങിന്റെ ഒരു ഹെൽപ്പിംഗ് ആണ് ആക്ച്വലി ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. എൻഡ് ഓഫ് ദി പ്രോഗ്രാം തന്നെ എന്താണ് അവർക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കണ്ടത് നമ്മളെ ഒരു ലേറ്റസ്റ്റ് ബാച്ചിലുള്ള സ്റ്റുഡൻസ് ക്ലയൻസിനെ മീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ എത്രത്തോളം ആ ക്ലയൻസ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക്
ഇവിടുത്തെ ക്ലയൻസ് അല്ല, മലയാളം ക്ലയന്റ് അല്ല, ഫോറിൻ ക്ലയന്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിന് ഫിയർ ഔട്ട് ഉണ്ടായിരുന്നോ? നമ്മളെ സ്റ്റുഡൻസിന് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നോ? അപ്പോൾ അതിന്റെ എക്സ്പീരിയൻസ് എന്താണ്? അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ഇംഗ്ലീഷ് ആണ്. നമ്മൾ അവരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമ്മളെ സ്റ്റുഡൻസ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ടൈമിൽ അവർക്ക് മനസ്സിലായത് ഒരു ഫോറിൻ ക്ലയന്റ് ആണെന്നുള്ളത്. സോ അവർ ഒരുപാട് ടീംസിനെ അപ്രോച്ച് ചെയ്ത് നമ്മൾ അപ്രോച്ച് ചെയ്യണം. നമ്മുടെ സ്റ്റുഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ്. സോ അവർക്ക് ആ ഒരു ഫിയറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത്. എന്തുകൊണ്ട്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ക്ലയൻസും വാല്യൂബിൾ ആണ്. അവരെന്നെ എത്ര ടീമിനെ അപ്രോച്ച് ചെയ്താലും നമുക്ക് ആ വർക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ വർക്ക് നമ്മളെ സ്റ്റുഡൻസ് ഇംഗ്ലീഷിലാണോ അപ്പോൾ ക്ലയന്റിന് മീറ്റ് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടുന്ന് പ്ലാൻ ചെയ്ത് പോയി. നമ്മൾ കോഴ്സിന്റെ ടൈമിൽ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ കൂടെ തന്നെ നമ്മൾ സെയിം ടൈം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. സോ അത് അവർക്ക് റിയൽ ആയിട്ട് ഒരുപാട് 1 to ഡിഗ്രി വരെ അവർ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് റിയൽ ലൈഫിൽ അവർക്ക് യൂസ്ഫുൾ ആവില്ല എപ്പോഴാന്നുള്ള അവർക്ക് അറിയില്ല. ഈ ഒരു ടൈമിൽ അവർക്ക് ഈ ക്ലയന്റ് മീറ്റ് വന്ന ടൈമിൽ അവർക്ക് റിയൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കോഴ്സ് ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലായി. ആ ഒരു സിറ്റുവേഷനിൽ അവർ ഫേസ് ടു ഫേസ് ദർ ഇസ് നോ അതർ ചോയ്സ്. അവർക്കൊരു ചോയ്സ് ഇല്ല. മലയാളം പറ്റൂല, കറക്റ്റായിട്ട് ഇംഗ്ലീഷ് പറയണം. കോമൺലി നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് എല്ലാവർക്കും കണ്ടത് കറക്റ്റായിട്ട് ആ ഒരു ക്ലയന്റിന് മനസ്സിലാവുന്ന രീതിയിൽ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആ വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും സിൻസിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ആ ഒരു ഫോറിൻ ക്ലയന്റ് ഒരുപാട് ഏജൻസീസിനെ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ടൈമിൽ അവർക്ക് എന്തുകൊണ്ട് നമ്മളെ കിട്ടിയെന്നുള്ളത് നമ്മുടെ ക്ലയന്റ് ഡീലിങ്ങിന് ഓക്കെ ആയിരുന്നു. ബാക്കി ഒരുപാട് കമ്പനീസിനെ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ക്ലയൻസിന് കിട്ടാൻ വേണ്ടിയിട്ട് മെഹർ ചെയ്യുന്ന എന്തെങ്കിലും ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്മുടെ ബ്രാൻഡിന്റെ രീതിയിൽ നമ്മൾ കാണും. ആ ഒരു ക്ലയന്റ് ലാസ്റ്റത്തെ ആ ഒരു ഇവന്റിൽ 35 years ആള് ആ ഒരു ബ്രാൻഡിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഡ് ഓഫ് ദി ഡേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു ബ്രാൻഡിന്റെ ബേസിക് ആയിട്ടുള്ള ബ്രാൻഡിങ് അല്ലെ മാർക്കറ്റിംഗ് ഒരു ടീമിന് കൊടുക്കുമ്പോൾ അത്രയും സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീമിന് കൊടുക്കണം. അപ്പൊ അത്രത്തോളം ആ ഒരു ഭാഗം അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മളായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കണം. അതുപോലെ തന്നെ ഞാൻ സീറോ ടു ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. നമ്മളെ ഓൺലൈൻ സ്റ്റുഡൻസിന് വേണ്ടി ഓഫ്ലൈനിലേക്ക് ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് പോലെ ഫ്രീലാൻസിന്റെ ക്ലാസ്സും ഓണ്ടർപ്രണർഷിപ്പിന്റെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇയർലി 2 to 3 times ഒക്കെ നടത്തും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അൻഷാദ് ഖ. ഞാൻ എൻ്റെക്കാളും ഏജ് ഓവർ ആയതുകൊണ്ടാണ് അൻഷാദ് ഖ എന്ന് പറയുന്നത്. ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ആളൊരു ടീച്ചറാണ്. സോ അവർക്കൊരു 9 to 5:30 ജോബ് ഉള്ളതിൻ്റെ കൂടെ ഒരു ഫ്രീലാൻസ് ആയിട്ട് അന്ന് ആ ഒരു സ്റ്റേജിൽ തന്നെ പറയുന്നുണ്ട്, ഐ തിങ്ക് 10 lakhs മുകളിൽ ഒരു 3 years ആയിട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ജോബിന് പുറമെ ഈ ഒരു ഏണിങ്സിലേക്ക് അല്ലെങ്കിൽ ഫ്രീലാൻസിലേക്ക് ടൈം കണ്ടെത്തിയിരിക്കുന്ന. ഇതിൽ പറയാനുള്ളത് നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മൾ വേറൊരാളുടെ റീലും കാര്യങ്ങളൊക്കെ കണ്ട് അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ ഒരു ഏണിങ്സിലേക്ക് വരുന്നില്ല? ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ആള് അവരുടെ പേഴ്സണൽ ലൈഫിന് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി ഒരു 30 minutes മാറ്റി വെച്ചാൽ ഐഡിയാസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, വെറുതെ ഐഡിയാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു ആഗ്രഹം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാമിന്റെ പോലത്തെ ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ജേർണി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരിക്കലും ഒരു ജോബ് എന്ന് പറയുന്നത് ഒരിക്കലും സെക്യൂർ അല്ല. ബിക്കോസ് നമുക്ക് പല പ്രശ്നങ്ങൾ വരും. ജോബ് എന്ന് പറയുമ്പോൾ വലിയ ഹൈ സാലറി വരാത്ത സിറ്റുവേഷൻ വരും, ചിലപ്പോൾ നമ്മളെ ഹെൽത്ത് പ്രോബ്ലം വരും, ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് വരും. സോ അവിടെ നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസുമായിട്ട് മണി ഏൺ ചെയ്യുക എന്ന് പറയുന്നത് അതിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിനു വേണ്ടി, കാരണം എന്റെ നീഷ് ആഡ്സിൻ ലേണിംഗ് ഹബിന്റെ നീഷ് എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഒരു ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ജോബ് മാത്രം ഒരു നമ്മൾ പ്ലേസ്മെന്റ് ജോബ് ഇത് മാത്രം ഞങ്ങൾ ഫോക്കസ് ആവരുത്. കാരണം അങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവർക്കൊരു ജോബ് ഇല്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാളുടെ സ്കില്ല് അയാൾ അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പലതിലേക്ക് വരാത്തത്. ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സ് ഉണ്ട്. ചില ആളുകൾക്ക് അതാവാൻ പറ്റാത്തത് കൊണ്ടാണ്, അയാളുടെ ഉള്ളിലുള്ള സ്കില്ല് അറിയാത്തത് കൊണ്ടാണ് അവളൊരു ബ്രാൻഡ് ഓണർ ആവാത്തത്. അപ്പൊ ആ സ്കില്ല് ഓൾറെഡി ഇവിടുന്ന് പഠിക്കുന്ന സമയത്ത് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആഡ്സിൻ ലേണിംഗ് ഹബിൽ ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇതില് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അല്ലെ നമുക്ക് അവരുടെ ലൈവായിട്ട് അവരുടെ പേജ് ക്രിയേറ്റ് ചെയ്ത് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത്
എല്ലാവരും സപ്പോർട്ട് ഉണ്ട്. ബേസിക്കലി ഇപ്പൊ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ചെറിയൊരു മൈന്യൂട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവില്ലേ, അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവര് വലിയ വലിയ ബ്രാൻഡായി മാറും. നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ കാണിക്കാം, നമ്മളെ സ്റ്റുഡൻസിന് തന്നെ ഏൺ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അവരുടെ റിവ്യൂസ്, അവർക്ക് കിട്ടിയത്, ചില ആൾക്കാർ പറയുന്നത് അവർക്ക് കിട്ടിയ കോഴ്സും ജോബും ഒന്നല്ല, ഏറ്റവും അവര് ഇത്രയും മണി സ്പെൻഡ് ചെയ്ത് അവർക്ക് കിട്ടിയ സ്കില്ല് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബിസിനസ്മാൻ ആവാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു സാധനമായിരുന്നു. അത് അവർക്ക് തിരിച്ചറിഞ്ഞ് കൊടുപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ജോബ് എന്ന് പറയുന്നത്. കാരണം അല്ലാണ്ട് നിങ്ങൾ ഒരു അക്കാഡമീസിൽ പോയിട്ട് വെറുതെ 1 ലക്ഷം 10 ലക്ഷം കൊടുത്തിരുന്ന ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ അക്കാഡമി സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വെറുതെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക, ആ കോഴ്സ് വെറുതെ പഠിച്ചു പോവുക, അതിന് എക്സ്പീരിയൻസ്. ഇപ്പൊ ഞങ്ങളെ സ്റ്റുഡൻസിലാണെങ്കിലും ആഡ്സിലെ സ്റ്റുഡൻസിലാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ ഒരു 50% സ്റ്റുഡൻസും അവരുടെ കഴിവ് അറിയാത്ത ആൾക്കാരാണ്. അവര് എൻഡ് ഓഫ് ദ ഡേ അയ്യോ എനിക്കിതെന്തോ വലിയ സംഭവമായിട്ട് തോന്നും, വീണ്ടും അവര് വർക്കിന് പോകുന്നില്ല, വേറെ കോഴ്സിന് സ്വിച്ച് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ബാക്കി 50% ആൾക്കാർ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, അവർ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു, അവർ നല്ലൊരു പൊസിഷനിലേക്ക് പോകുന്നു, അവർ ടീം ലീഡ് പൊസിഷൻ, മാനേജർ പൊസിഷൻ, ഇങ്ങനത്തെ പൊസിഷൻസിലേക്ക് എന്ത് പോകുന്നു, അവർക്ക് അതിനെ തിരിച്ചറിയാനുള്ള കഴിവുകൊണ്ട് മാത്രമാണ്. വേറെ എന്തെങ്കിലും ഓൺടർപ്രണർഷിപ്പിൽ ഇനി എന്താണ് നമ്മളെ മുന്നോട്ടുള്ള ജേർണി കാര്യങ്ങളൊക്കെ? കറന്റ് ഇപ്പോൾ നമ്മുടെ ഓൺലൈനിൽ ഓഫ്ലൈൻ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മൈൻഡിലായിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്. സോ അവർക്ക് ആ ഒരു പ്രൊമോഷൻ, നമ്മൾ ആ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് അവർ നല്ലൊരു ബ്രാൻഡ് ഓണേഴ്സ്. അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളെ കോഴ്സിൽ തന്നെ അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതൊരു ബ്രാൻഡ് ആക്കാന്ന് മാത്രമല്ല, ഓൾറെഡി ബ്രാൻഡ് ഉള്ള ആൾക്കാരും ഇനി വേറെ ടൈപ്പ് ഓഫ്, അതായത് എനിത്തിങ് എൽസ്, ഇപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങളെ ഗേൾസിൽ ഒരുപാട് റിലേറ്റഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ അവർ നല്ല രീതിയിൽ എത്താത്ത ആ ഒരു ടൈമിൽ അവർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കുകയാണ്. ആ ഒരു കോഴ്സ് എടുക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് കോഴ്സ് എടുത്തെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഒരു മാർക്കറ്റിംഗ് പഠിച്ചെന്ന് വിചാരിച്ചോ, ഡിസൈനിങ് പഠിച്ചെന്ന് വിചാരിച്ചാൽ, ഇത് സംഭവം മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ക്ലയൻസിനെ കിട്ടും, ബ്രാൻഡിങ് ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. പക്ഷെ ഇത് മാത്രമല്ല ഒരു ഓൺടർപ്രണർഷിപ്പിൽ കൊടുക്കുന്നത്. ബിക്കോസ് ക്ലയൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഇവിടെയാണ് സെയിൽസ്. ഈ സെയിൽസ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ എന്തുണ്ടാവുള്ളൂ, ബിസിനസ് ഉണ്ടാവുള്ളൂ. ആ ബിസിനസ് ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, അവരുടെ കയ്യിലുള്ള എല്ലാ സർവീസും ഉണ്ട്, മാർക്കറ്റ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്, ഡിസൈൻ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷേ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത്രയും ക്ലയൻസിന് നമുക്ക് പൈസ കിട്ടുമല്ലോ. പൈസ സെയിം ടൈം ഈ ഇപ്പൊ ക്ലയൻസ് ആയാലും തന്നെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് അവർക്ക് അറിയാം, ഒരുപാട് അതെങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പൊ ഒരു ക്ലയൻസ് വരികയാണെങ്കിൽ അതിന്റെ ക്ലോസിംഗ് അടക്കം എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, സ്റ്റാർട്ടിങ് മുതൽ ആ ക്ലയന്റിന്റെ രീതിയിൽ, ക്ലയന്റിനെ വെറുപ്പിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഒരു കംപ്ലീറ്റ് A to Z ഒരു ക്ലയന്റ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം പോകുന്നുണ്ട്. അതിൽ തന്നെ ആയിരുന്നു ഐ തിങ്ക് നമ്മൾ ഓൺലൈൻ സ്റ്റുഡന്റ്, ഇപ്പൊ ഗൂഡല്ലൂരുള്ള സ്റ്റുഡന്റ് പെപ്രിഷ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡിന്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് അവന് ഒരു പാക്കേജ് ഡിസൈൻ അവൻ തന്നെ ചെയ്ത് അതിൽ തന്നെ അവന് വ്ളോഗ് പോലെയൊക്കെ ചെയ്ത് അത്യാവശ്യം ക്ലയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ, നമുക്ക് എല്ലാവർക്കും കൂടെ ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ ജേർണിയിൽ നിന്ന് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിൽ നിന്ന് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ബിസിനസ് ഓണർ ആക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മളെ ജേർണി എന്ന് പറയുന്നതും നമ്മൾ സ്റ്റുഡൻസിൽ അറിയാത്ത കഴിവുള്ള ആൾക്കാരുണ്ടാവും. ഞാനൊരു ബിസിനസ് ഓണർ ആണ്, അങ്ങനത്തെ ആൾക്കാരെ ഒരുപാട് ആൾക്കാരെ ഇനിയും ബിസിനസ് ഓണർ ആക്കാൻ പറ്റണം എന്നുള്ളതാണ് ഞങ്ങളെ നിശ, അല്ലെങ്കിൽ ഞങ്ങളെ ടാർഗറ്റ്. ഇപ്പോൾ മെഹർ ഇതിലേക്ക് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് വന്ന് ഇപ്പോൾ സ്റ്റുഡൻസിനെ കൊണ്ട് അവരെ കൊണ്ട് ഏൺ ചെയ്യിപ്പിക്കുന്ന, ആദ്യം സ്വന്തമായിട്ട് ഏൺ ചെയ്ത് പിന്നെ അവരെ കൊണ്ട് ഏൺ ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡിലാണ് ഇപ്പോൾ ഉള്ളത്. സോ എന്താണ് പേഴ്സണൽ എക്സ്പീരിയൻസും പേഴ്സണൽ ഗ്രോത്തും എന്താണ്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ കീഴിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഫുള്ളി ഷെയർ ചെയ്തെടുക്കും സ്റ്റുഡൻസിന്. സോ അത് വെച്ചിട്ട് അവർ സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു. പേഴ്സണൽ ബ്രാൻഡിങ് ആയാലും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റീസൺ ആയിട്ട് സ്റ്റുഡൻസ് അവരെ സ്വന്തം കഴിവുകൾ പുറത്തെടുത്തിട്ട് സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, അത്രക്കും ഒരു വാല്യുബിൾ ആയിട്ടുള്ള സംഭവം നമ്മുടെ ലൈഫിൽ സംഭവം വലിയൊരു കാര്യം തന്നെയാണ്. സോ അവരെ എല്ലാ ജേർണിയിലും അവർ നമുക്ക് ഹെൽപ്പിന് ചോദിച്ച് വിളിക്കാറുണ്ട്. ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ക്ലയൻറ്റ് മീറ്റിൻ്റെ ആയാലും എന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് റിലേറ്റഡ് എല്ലാ ഡൗട്ട്സും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം അവർക്ക് കറക്റ്റായിട്ട്. സോ അവരൊരു കരിയർ ജേർണിയിൽ, അവരൊരു ലൈഫ് ജേർണിയിൽ നമ്മൾ ഇൻക്ലൂഡ് ആവുകയാണ്. ഭയങ്കര
സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റുഡൻസിന് തന്നെ നമ്മൾ കോൺക്ലേവിനാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ പ്രോഗ്രാം നമ്മൾ വരികയാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്റ്റുഡൻസിന്റെ ബ്രാൻഡുകൾ അവിടെ ലോഞ്ച് ചെയ്യാറുണ്ട്. ബ്രാൻഡ് ലോഞ്ചിങ് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. ആ ബ്രാൻഡ് ലോഞ്ച് നടത്തുമ്പോൾ അവർ ടീമായിട്ട് ബിൽഡ് ചെയ്ത് അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അവർ സ്വന്തമായിട്ട് പേരിട്ടിരിക്കുന്ന ആ ബ്രാൻഡിനെ 4 പേരുടെ മുന്നിൽ പബ്ലിഷ് ചെയ്യുന്ന ആ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ ലോഞ്ചിങ്ങിൽ നമ്മൾ കൊടുക്കാറ്. അവിടെ ആ ലോഞ്ചിങ്ങിൽ ആ സ്റ്റുഡൻസിന്റെ മുഖത്ത് കാണുന്ന ആ ഫേസ് എക്സ്പ്രഷൻസ് ഉണ്ട്, അവരുടെ ആ ഒരു സ്മൈൽ ഉണ്ട്, ചിരിയല്ല സ്മൈൽ. നമ്മൾ ക്രിയേറ്റ് ചെയ്യിപ്പിച്ച ആ ഒരു ബ്രാൻഡ് അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് അതൊരു വല്ലാത്തൊരു ജേണി ആയിരുന്നു. ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ ഓൺട്രപ്രണർഷിപ്പിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാത്തതുണ്ട്, നമുക്ക് ഇനിയും അടുത്ത പ്രോഗ്രാമിലൊക്കെ പറയാൻ വേണ്ടി പറ്റും. സോ ഞാൻ നിങ്ങളോട് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ഒരുപാട് പേരുടെ പണി പോകുന്നത്, ജോബ് നഷ്ടപ്പെടുന്നത്, കാരണം പോകുന്നത്. സോ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിങ്ങൾക്കൊരു മൾട്ടിപ്പിൾ ഇൻകം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വേറെ തന്നെ ഒരു ജേണിയാണ്. അതിലേക്ക് നിങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം നിങ്ങൾ എല്ലാത്തിലേക്കും സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിനും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ബെസ്റ്റ് കോഴ്സ് ഏതാണോ അത് നിങ്ങൾ നിങ്ങൾ ഈ കോഴ്സ് എടുക്കണമെന്ന് അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ താങ്ക് യു ഗൈസ്, ഇത്രയും നേരം ഞങ്ങളെ പോഡ്കാസ്റ്റിലേക്ക് വന്നിരുന്നത്. ഇനി അടുത്ത ജേണിയുമായിട്ട് ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ്ബ് വീണ്ടും വരും. ഓക്കെ, ബൈ.